ഫേസ്ബുക്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന മിസ്റ്റേക്കുകളാണ് ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ ഈ പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ പോയിട്ട് നമുക്ക് ഓതർ ടൂൾ പോയി കഴിഞ്ഞാൽ നമ്മളുടെ പേ ഔട്ട് ടൂൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ പേ ഔട്ട് ടൂളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേ ഔട്ട് 4 പേ ഔട്ട് ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4 പേ ഔട്ട് ടൂൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ടൂളുകൾ 3 ടൂള്, അതായത് കണ്ടന്റ് മോണിറ്റൈസേഷൻ, സ്റ്റാർ, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അവിടെ സബ്സ്ക്രിപ്ഷൻ അവിടെ കാണുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമുക്ക് ഈ 3 ടൂളും പിന്നെ ഈ രണ്ട് പേ ഔട്ടിലായിട്ടാണ് കണക്റ്റഡ് ആയിട്ടുള്ളത്. സത്യത്തിൽ ഇവരുടെ ഒരു പേ ഔട്ടും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടില്ല. ഇങ്ങനെ ചുമ്മാ നമ്മൾ ഓരോരോ പേ ഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നിടത്തോളം നമ്മൾക്ക് പിന്നെ അത് ഫിനിഷ് ആവാതെ പെൻഡിങ്ങിലായി കിടക്കുകയാണ്. ഇവർ ആദ്യം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേ ഔട്ടാണ് ഈ 479 ഈ പേ ഔട്ട്. ഇതിൽ ആണെങ്കിൽ നമ്മുടെ ഏണിംഗ് സോഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫേസ്ബുക്കിൻ്റെ സ്റ്റാർ എന്നുള്ളൊരു ടൂൾ അവിടെ കണക്ട് ആയിട്ടുണ്ട് ഈ 479 പേ ഔട്ടിൽ. രണ്ടാമത്തെ പേ ഔട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ 312 എന്നുള്ള പേ ഔട്ട്, ആ 312 ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇതും ഫിനിഷ് ആയിട്ടില്ല, ആദ്യത്തതും ഫിനിഷ് ആയിട്ടില്ല. ഓക്കെ, പിന്നെ മൂന്നാമത്തിൽ ഇതാ ഞാനിപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ പ്രശ്നം വെച്ചില്ല, അവിടെ കംപ്ലീറ്റ് ആയില്ല. പക്ഷെ പേ ഔട്ടൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്പെല്ലിങ്ങിൽ ലാസ്റ്റ് ഒരു Z വേണ്ടെടുത്ത് S ആയിപ്പോയി. അങ്ങനെ നാലാമതൊരു പേ ഔട്ട് ക്രിയേറ്റ് ചെയ്ത് അതാണിത്. അതായത് പേര് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 4 പേ ഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒന്നും സക്സസ് ആയിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾക്ക് ഈ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ പേ ഔട്ടിലുള്ള ഈ ഏണിംഗ് സോഴ്സ്, അതായത് ഈ സ്റ്റാർ, അതുപോലെ തന്നെ രണ്ടാമത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പിന്നെ 312 എന്നുള്ള പേ ഔട്ടിൽ കണക്ട് ആയിട്ടുള്ള ഈ ഫേസ്ബുക്കിൻ്റെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾ, ഈ 2 ടൂളും നിലവിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ഈ ടൂളിലേക്ക് പേ ഔട്ട് ടൂളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇപ്പം നിലവിൽ ഇതിൻ്റെ അകത്ത് ഒരു ഏണിംഗ് സോഴ്സും ഇല്ല. ആ ടൂള് നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾക്ക് ഇവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എത്തത്തുള്ളൂ. ഓക്കെ, ഇത് ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പേ ഔട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, പക്ഷെ ഒന്നും സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഇങ്ങനെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പെൻഡിങ് ആയി കിടന്നു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേ ഔട്ട് വേറെ ഏതെങ്കിലും ഏണിംഗ് സോഴ്സ്, നമ്മളുടെ പല ടൂൾസുകൾ ഉണ്ടല്ലോ, അതായത് സ്റ്റാർ, കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂള്, അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ, ഇങ്ങനെ ഇങ്ങനെയുള്ള ടൂള് പല പേ ഔട്ടിലായിട്ട് ഇങ്ങനെ കെട്ടിക്കിടക്കും. അപ്പോൾ നമുക്ക് ശരിക്കുള്ള പേ ഔട്ട് നമ്മൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒന്നും കണക്റ്റഡ് ആവുകയും ചെയ്യില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ പുള്ളിയുടെ അക്കൗണ്ടിൽ ഞാനിപ്പം ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പെട്ടെന്ന് നമുക്ക് ആവുന്ന സംഭവം തന്നെ. സപ്പോർട്ട് ഇൻബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. നിലവിൽ അവർക്ക് ലഭിച്ചിട്ടുള്ള പേ ഔട്ടിനെ നമ്മൾ ഇപ്പുറത്തേക്ക് നമ്മളെ പുതിയ പേ ഔട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്. അവരുടെ റിക്വസ്റ്റ് അയച്ചിന് റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആ പേ ഔട്ടിന് ശരിയാക്കി എടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ പേ ഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് വരുന്നത്. മുമ്പേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ടൈം എടുത്തിട്ട് ശരിയാക്കി എടുക്കുക, സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അഥവാ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ പേയ്ഡ് സർവീസിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് തരുന്നതന്നെയായിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായിക്കോട്ടെ കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.